നേഴ്സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം നേഴ്സിംഗുകാർ പല സ്ഥലത്തും എന്ത് ചെയ്തിട്ട് സമരത്തിലാണ്. എന്താ സമരം? എന്തിനാ? സാലറി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സമരത്തിലാണ്. സത്യത്തിൽ ആ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടികളായിരിക്കും. +2 വരെയൊക്കെ നല്ല ബ്രില്യൻ്റായിട്ട് പഠിച്ച കുട്ടികളായിരിക്കും. വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും അവർ നേഴ്സിംഗിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പം നേഴ്സിംഗ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടി, നല്ല സാലറിയും നല്ല പ്രസ്റ്റീജും റെക്കഗ്നിഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേഴ്സിനേക്കാൾ നല്ല ഓപ്ഷൻസ് ഉണ്ട് ഈ പറയുന്ന കൊമേഴ്സ് ഫീൽഡിൽ. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മംഗലാപുരത്തെ ഒരാൾ, മാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എന്നോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു, എന്താണ് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെയും ACCൻ്റെയും ഒക്കെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെങ്കിൽ 2-3 lakhs ആണ് വരിക, ACC ആണെങ്കിൽ ഒരു 3-5 lakhs ആണ് മാക്സിമം വരിക. അപ്പോൾ നഴ്സിംഗ് കോളേജ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ പറയുന്നത് എന്താ അറിയോ, നമ്മൾക്ക് നേഴ്സിംഗ് പഠിപ്പിക്കാൻ തന്നെ 10-12 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളെന്താണ് ഇത്രയും കുറച്ച് എമൗണ്ട് വാങ്ങിക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുടെ കഥയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യമാണ്. ഈ പറയുന്ന 3-4 ലക്ഷം അല്ലെങ്കിൽ 2-3 ലക്ഷം രൂപയ്ക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോഴ്സ് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഈ പഠിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, 10-13 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന നഴ്സിങ്ങിനൊക്കെ പോയി, എന്നിട്ട് സാലറി എന്ത് ചെയ്യുന്നില്ല, സാലറി കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഈ പറയുമ്പോൾ ചില ആൾക്കാർക്ക് വേദനിക്കും. എന്താണ്, ഒരു കോഴ്സിനെ കുറ്റം പറയുന്നു, നമ്മളത് ചെയ്യുന്നതാണല്ലോ. സത്യത്തിൽ ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത്. 3-4 വർഷം സ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ കഴിവ്, നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ് ഈ പറയുന്ന സ്പെൻഡിങ് നടത്തുന്നത്. ആൻഡ് ഓൾസോ എമൗണ്ട് 10 ലക്ഷം 13 ലക്ഷം സ്പെൻഡ് ചെയ്യുന്നു. ഇതിന് നമുക്ക് റിവാർഡ് വേണ്ടേ? ആ റിവാർഡ് ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഞാൻ കുറ്റമല്ല പറയുന്നത്. മറിച്ച് അവർക്ക് എന്തുണ്ട്, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ പേടിയുണ്ടാകും, കൊമേഴ്സ് പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാത്തതല്ലേ ഇനി ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത്. അതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ റാങ്ക്സും അതേപോലെ നമ്മളുടെ റിസൾട്ട്സും ഒക്കെ. ഇതിൻ്റെ അർത്ഥം സയൻസ് സ്റ്റുഡൻസിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുന്നല്ല, കൊമേഴ്സിനും ചെയ്യാം. പേഴ്സണലി ഞാൻ തന്നെ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടായി ചെയ്യുന്നത്. ഏതായാലും +2ൻ്റെ റിസൾട്ടൊക്കെ വരുന്നതാണ്. നല്ലൊരു ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.